നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 1 കപ്പ് അവില്, അത് ഈ വെളുത്ത അവിലായാലും സാറില്ല, മറ്റേ ബ്രൗൺ അവിലായാലും സാറില്ല, ഏതായാലും പ്രശ്നമില്ല. പിന്നെ 1 കപ്പ് ഞാനിവിടെ വെല്ലം ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അതിലുള്ള കരടെല്ലാം കളഞ്ഞിട്ട് ഞാൻ നല്ലോണം അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, ഒരു പിഞ്ച് ഉപ്പ് വേണം, ഒരു 2 പിഞ്ച് ഏലക്കായ് പൗഡർ വേണം, കുറച്ച് ഞാൻ ബദവും അണ്ടിപ്പരിപ്പും പിന്നെ കിസ്മിസും കൂടി ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ലിറ്റർ പാല് വേണം. ഈ 1 കപ്പ് അവിലിന് 1/2 ലിറ്റർ പാലാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച ബദാമും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് കോരിയെടുക്കാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് ഈ അവിലൊന്ന് വറുത്തെടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം അവില്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1/2 ലിറ്റർ പാല് കാച്ചി വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് അവിലെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് വെള്ളം ഉരുക്കിയതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കിയത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ അവിൽ പായസത്തിന് നമുക്ക് പഞ്ചസാര ഇടുന്നതിനെക്കാണി നല്ലത് ഈ വെള്ളത്തിനെ കൊണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം നമ്മൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച ഏലക്കായ് പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പും. അപ്പോൾ പായസം ഇടാൻ നന്നായി തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ബദാമും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതിന് മാറ്റാം. അപ്പോൾ നമ്മൾ അവിൽ പായസം ഇടാൻ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. വെള്ളത്തിൽ തന്നെ കഴിയുന്ന എല്ലാവരും ആക്കാൻ നോക്കണം. പഞ്ചസാര എടുക്കാണ്ട് വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കിയാലാണ് ഇത് നല്ല കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.